ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തേങ്ങ അരച്ച മീൻകറിയാണ് തയ്യാറാക്കുന്നത്. എനിക്കിവിടെ ചുമന്ന മീനാണ് കിട്ടിയിരിക്കുന്നത്. ചുമന്ന മീൻ അല്ലെങ്കിൽ കിളിമീൻ എന്നൊക്കെ പറയും. അതിനായിട്ട് നമ്മൾ ആദ്യം ചുമന്ന മീൻ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു മുറി തേങ്ങ ചിരകിയതും, ഒരു 10 ചുമന്നുള്ളിയും, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് ഒരു ചട്ടി എടുക്കുക. ഞാനിവിടെ ഇരുമ്പിപ്പുളിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പുളിഞ്ചിക എന്നൊക്കെ പറയും. ഞാൻ വടക്കംപുളിയല്ല എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വടക്കംപുളി എടുക്കുന്നതെങ്കിൽ 2 വടക്കംപുളി ചേർത്താൽ മതി. ഇതേപോലെ തന്നെ വെക്കാവുന്നതാണ്. അതിനുശേഷം 2 പച്ചമുളകും കൂടെ ഞാൻ കീറിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് അരപ്പ് ചട്ടിയിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി നമുക്ക് അടപ്പത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഇനി നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടേ നമുക്ക് മീനിടാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി വെക്കാം. ഇനി അരപ്പ് തിളച്ച് വരുമ്പോൾ ഇപ്പോൾ അരപ്പ് നമ്മൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പ് തിളച്ച് വരുമ്പോൾ നമ്മൾ മീനിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെക്കാം. കൂടുതൽ ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. ഞാനിവിടെ ഇരുമ്പിപ്പുളി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വടക്കംപുളി ചേർക്കാം. കാരണം വടക്കംപുളി ചേർക്കുമ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചെറുതായിട്ട് കീറി ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് 2 കഷ്ണമൊന്നും വടക്കംപുളി ഇടേണ്ടി വരത്തില്ല. ചെറിയൊരു കഷ്ണം നല്ലതുപോലെ കീറി ഇട്ടാൽ മതി. അതുപോലെ ഇതിനകത്ത് ഞാൻ ചുമന്നുള്ളി എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും മസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കടുവൊന്നും തളിച്ച് കൊടുക്കത്തില്ല. കറിയിലെ എണ്ണ തന്നെ തെളിഞ്ഞു വരണം. വേണമെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.